എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 71 ആദ്യത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദി സം ഓഫ് ദി ഫസ്റ്റ് 25 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ. അതായത് നമുക്ക് കുറച്ച് അരിത്തമെറ്റിക് സീക്വൻസുകൾ സമാന്തര ശ്രേണികൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ 25 ടേംസുകൾ 25 പദങ്ങളുടെ തുക നമ്മളോട് കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ ആദ്യത്തെ സീക്വൻസ് ഏതാണ്? 11, 22, 33 ഇങ്ങനെ തുടർന്ന് വരുന്നൊരു സീക്വൻസ്. ഈ സീക്വൻസിലെ എത്ര ടേമുകൾ കണ്ടുപിടിക്കണം? 25 ടേമുകളുടെ തുക നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. S is equal to n/2 into x1 plus xn അല്ലേ. ഇവിടെ നമുക്ക് n എത്ര ടേമുകളുണ്ട്? 25 ടേമുകൾ. ഇനി x1 ഒന്നാമത്തെ പദം 11, xn അല്ലേ, അതായത് 25ാമത്തെ ടേം നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് നാം കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലം ഇതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ 25 ടേമുകളുടെ തുക കണ്ടുപിടിക്കണം. 25ാമത്തെ ടേം ഏതാണെന്ന് തന്നിട്ടില്ല. ആ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. അപ്പോൾ ഞാനിത് രണ്ട് രീതി ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായി തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് എക്സൻ കണ്ടുപിടിക്കണം അല്ലേ. എക്സൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനിൽ എക്സൻ അങ്ങോട്ട് കൊടുത്താൽ മതിയാലോ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എക്സൻ ഈസ് ഈക്വൽ ടു എന്താണ്? dn പ്ലസ് എഫ് മൈനസ് ഡി അല്ലേ. ഇതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, എക്സൻ ഈസ് ഈക്വൽ ടു, ഇതിലേത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എക്സൻ ഈസ് ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു ഡി അല്ലേ. ഒന്നുകിൽ ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഏത് ഉപയോഗിച്ചാലും നമുക്ക് എന്ത് കിട്ടും? എക്സൻ കിട്ടും അല്ലേ. ഇവിടെ നമുക്ക് 25 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കുന്നത്. അതായത് 25ാമത്തെ ടേം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ x25 സീക്വൽ ടു dn ഡി അല്ലേ. എത്ര ഡി എത്രയാണ്? കോമൺ ഡിഫറൻസ് 22ൽ നിന്ന് 11 കുറച്ച് കഴിഞ്ഞാൽ 11. അപ്പോൾ 11 n എത്ര നമ്പറാണ്? 25 അല്ലേ. അപ്പോൾ 11 ഇൻറ്റു 25 പ്ലസ് എഫ് മൈനസ് ഡി. ഫസ്റ്റ് 11 മൈനസ് ഡി, കോമൺ ഡിഫറൻസ് 11 തന്നെ അല്ലേ. കോമൺ ഡിഫറൻസും ഇവിടെ 11 തന്നെ. 11 സീക്വൽ ടു 11 ഇൻറ്റു 25 എത്ര കിട്ടും? 250ഉം 275 അല്ലേ. അപ്പോൾ 275 പ്ലസ് 11 മൈനസ് 11 എന്ന് പറഞ്ഞാൽ 0 അല്ലേ. 0, അതായത് 275 തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് xn കിട്ടി അല്ലേ. അപ്പം എല്ലാം കിട്ടിയാലോ. നമുക്ക് ഈ ക്വസ്റ്റനിൽ കൊടുത്ത S is equal to n/2 അല്ലേ. n എന്ന് പറഞ്ഞാൽ 25/2 ഇൻറ്റു x1 നമുക്കറിയാം 11 പ്ലസ് xn 25ാമത്തെ ടേം 275 സീക്വൽ ടു ഇവിടെ നോക്കിയാൽ 25/2 അല്ലേ. അപ്പോൾ 25/2 നമ്മൾ ഇപ്പം തന്നെ 2 അവിടെ കട്ട് ചെയ്ത് കളയേണ്ട. കാരണം നമുക്കറിയാം ഇവിടെ എന്തോ ഒരു പോയിന്റ് വരും അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇനി ഇങ്ങോട്ട് നോക്കിയാൽ 11 പ്ലസ് 275 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ 5ഉം 1 അപ്പോൾ ഇവിടെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ തൽക്കാലം ഇത് നമ്മളിപ്പോൾ വെട്ടിക്കളയേണ്ട. അതിന് പകരം എന്ത് ചെയ്യാം? 25/2 അതേ രൂപത്തിൽ എഴുതാം. ഇൻറ്റു നോക്കിയാൽ 11ഉം 275 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 286 കണ്ട. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈവൺ നമ്പർ കിട്ടി. അപ്പോൾ നമുക്ക് ഈ 2 ഇതിൽ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കിയാൽ 2ൽ 1 പ്രാവശ്യം, 8ൽ എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം, 6ൽ 3 പ്രാവശ്യം അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 143. അപ്പോൾ ഇനി 25 ഇൻറ്റു 143 അല്ലേ. ഒന്ന് ഗുണിച്ച് നോക്കിയാൽ എല്ലാവരും എത്ര കിട്ടി? 3575 അല്ലേ. 3575. അപ്പോൾ ഇതാണ് 25 ടേമുകളുടെ സം. അപ്പോൾ ഇവിടെ നമ്മൾ xn കണ്ടുപിടിച്ചു, അത്രയേ ഉള്ളൂ അല്ലേ. പിന്നെ നമ്മൾ ഇക്വേഷനിൽ കൊണ്ട് കൊടുത്താൽ മതി. ഇനി അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു മാർഗം, ഓർ ഈ xn നമുക്കറിയില്ലെങ്കിൽ അവിടെ നമുക്കൊരു പുതിയ ഇക്വേഷൻ ഉണ്ട്. അതായത് സം ഈസ് ഈക്വൽ ടു ½ an ഇൻറ്റു n+1 പ്ലസ് bn. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നവർ ഇത് പഠിക്കുക, അതല്ലാത്തൊരു രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് xn കണ്ടുപിടിക്കേണ്ട കാര്യം വരില്ല. മനസ്സിലായല്ലോ. ഇവിടെ ആകുമ്പോൾ നമ്മൾ xn കണ്ടുപിടിക്കണം. അതേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇവിടെ നോക്കി എ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം എ എന്ന് പറയുന്നത് ഡി ആണ് അല്ലേ. കോമൺ ഡിഫറൻസ് ഡി ആണ്. എൻ നമുക്കറിയാം. ബി എന്ന് പറയുന്നതോ ബി സീക്വൽ ടു എഫ് മൈനസ് ഡി അല്ലേ.
നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടത്. ഒരു അരിതമിക് സീക്വൻസിൻ്റെ അല്ലെ ബീജഗണിത രൂപം എന്ന് പറയാം. എന്നാൽ എന്താണ് AN പ്ലസ് ബി അല്ലേ? നമ്മൾ മുമ്പ് പഠിച്ചു A എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്, B എന്ന് പറയുന്നത് F-D ആണ് അല്ലേ? F-D ആണ് B. അപ്പോൾ ഇതിലതന്നെ. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ കൂടി ഈ വാല്യൂകൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി. അതായത് സമം വരും ഹാഫ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ D ആണ്. D നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? D എന്ന് പറഞ്ഞത് 11 അല്ലേ? 11. അപ്പോൾ ഹാഫ് ഇൻറ്റു 11 ഇൻറ്റു N എത്ര നമ്പറാണ്? 25 നമ്പർ അല്ലേ? ഇൻറ്റു 25. ഇനി N പ്ലസ് 1 25 പ്ലസ് 1 അല്ലേ? അതായത് 26 പ്ലസ് B എന്ന് പറഞ്ഞാൽ എത്രയാണ്? B = F-D അല്ലേ? ഫസ്റ്റ് ടേം ഏതാണ്? 11 മൈനസ് ഇവിടെ D എത്രയാണ്? ഡിയും 11 അല്ലേ? ആ 11 മൈനസ് 11 = 0. അത് 0 ഇൻറ്റു N അല്ലേ? ഇൻറ്റു N എന്ന് പറഞ്ഞാൽ എത്ര ടേമാണ്? 25 അല്ലേ? അപ്പോൾ ഈ ടേം മൊത്തം 0 ആയി പോകും. = ഹാഫ് ഇൻറ്റു 11 ഇൻറ്റു 25 ഇൻറ്റു 25 പ്ലസ് 1 26. ഇനി നോക്കിയാൽ 2 26 എത്ര പ്രാവശ്യം പോകും? 13 പ്രാവശ്യം. അപ്പോൾ എന്ത് കിട്ടിയെന്ന് നോക്കിയാൽ 11 ഇൻറ്റു 25 ഇൻറ്റു 13. അപ്പോൾ 11 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 275 അല്ലേ? 250. ഇപ്പോൾ 275 ഇൻറ്റു 13 ഒന്ന് ഗുണിച്ച് നോക്കിയേ. 3575 അല്ലേ? 3575. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ അറിയുകയാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് വേണം? XN കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമായി തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഇനി ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്യുള്ളൂ. അപ്പം രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ആ രീതിയിൽ വേണ്ടവർ ആ രീതിയിൽ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സീക്വൻസ്. 12, 23, 34 അങ്ങനെ പോകുന്ന ഒരു സീക്വൻസ്. അതിൻ്റെ സം ഓഫ് 25 ടേംസ് 25 ടേമുകളുടെ സം നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഒന്നുകിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ നാം മുമ്പ് ചെയ്ത പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് SC = എന്തെഴുതാം? n/2 ഇൻറ്റു x1 പ്ലസ് xn അല്ലേ? അപ്പോൾ ഈ രീതിയിൽ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇവിടെ n നമുക്കറിയാം 25 ടേമുകളാണ്. x1 നമുക്കറിയാം എത്രയാണ്? 12. xn അത് നമുക്കറിയില്ല. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ xn = dn പ്ലസ് F-D അല്ലേ? അപ്പോൾ dn കോമൺ ഡിഫറൻസ് 11. അപ്പോൾ 11n എത്ര ടേമുകളാണ്? 25 ടേം അല്ലേ? അപ്പോൾ 11 ഇൻറ്റു 25 പ്ലസ് F ഫസ്റ്റ് ടേം 12 മൈനസ് D കോമൺ ഡിഫറൻസ് 11 = 11 ഇൻറ്റു 25 എത്രയാണ്? 275 അല്ലേ? അപ്പോൾ 275 പ്ലസ് 12 1 കുറച്ച് കഴിഞ്ഞാൽ 1, അതായത് 276. അപ്പോൾ ഇത് കണ്ടുപിടിക്കൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ അല്ലേ? അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ കൊടുത്താൽ മതി. SC = സം n/2 25/2 ഇൻറ്റു x1 ഒന്നാമത്തെ ടൈം 12 പ്ലസ് xn x25 അല്ലേ? 276. ഇവിടെ നമ്മൾ x25 അല്ലേ? x25 ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ x25 കണ്ടുപിടിച്ചാണ് 276 = ഇവിടെ നോക്കിയാൽ നമ്മളിവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്. കാരണം എന്താണ്? 25 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ പോയിന്റ് വരും. തൽക്കാലം നമുക്ക് 25/2 തന്നെ എഴുതാം. ഇൻറ്റു നോക്കിയാൽ 12 പ്ലസ് 276 അല്ലേ? രണ്ടും നമുക്ക് ഈവൺ നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് രണ്ടിനെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എത്ര കിട്ടും? 276 12 കൂട്ടിക്കഴിഞ്ഞാൽ 288. അപ്പോൾ ഇനി നോക്കിയാൽ 2 അല്ലേ? 2 പോയി പ്രാവശ്യം, 8 4 പ്രാവശ്യം, അടുത്ത 8 4 പ്രാവശ്യം. അപ്പോൾ 144 കിട്ടി. അപ്പോൾ 25 ഇൻറ്റു 144 ഒന്ന് ഗുണിച്ച് നോക്കിയേ. 3600 അല്ലേ? അപ്പോൾ 3600 ഇതാണ് ഉത്തരം. ഇനി ഈ രീതി താല്പര്യമില്ലാത്തവർ എന്ത് ചെയ്യാം? ഇതിലേക്ക് ഈ വാല്യൂകൾ കൊടുക്കുക അല്ലേ? അവിടെ നോക്കിയാൽ B എന്ന് പറഞ്ഞത് എന്താണ്? B ശ്രദ്ധിക്കുക, B = F-D ആണ്. അത് പ്രത്യേകം ഓർമ്മിക്കും. അപ്പോൾ ഏത് രൂപത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സീക്വൻസ്. 21, 32, 43 അങ്ങനെ പോകുന്ന സീക്വൻസ്. അതിലെ സം ഓഫ് 25 ടേംസ് 25 ടേമുകളുടെ സം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സം കണ്ട ഉടനെ എഴുതിയത് SC = n/2 ഇൻറ്റു x1 പ്ലസ് xn അല്ലേ? ഇവിടെ n എത്രയാണ്? എത്ര ടേമുകളാണ്? 25 ടേം. x1 ഒന്നാമത്തെ ടേം എത്രയാണ്? 21. ഇനി xn നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം xn =
ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി സീക്വൽ ടു ഡി എൻ അല്ലേ. കോമൺ ഡിഫറൻസ് എത്രയാണ്? 32 നിന്ന് 21 കുറച്ച് കഴിഞ്ഞാൽ 11. അപ്പോൾ 11 ഇൻറ്റു എൻ എത്രയാണ്? 25 ടേം അല്ലേ. 25 നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത് എക്സ് 25 പ്ലസ് എഫ് മൈനസ് ഡി അല്ലേ. ഫസ്റ്റ് ടേം എത്രയാണ്? 21 മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാണ്? 11 അല്ലേ. 11 സീക്വൽ ടു 11 ഇൻറ്റു 25 275 പ്ലസ് 21 മൈനസ് 11 10. അപ്പം എത്ര കിട്ടി നമുക്ക്? 285. അപ്പോൾ എക്സ് എൻ കിട്ടി 285 അല്ലേ. ഇനി ഈ വാല്യൂ ഇതിൽ കൊടുത്താൽ മതിയല്ലോ. എസ് ഈസ് ഈക്വൽ ടു n/2 അതായത് 25/2 ഇൻറ്റു x1 21 പ്ലസ് എക്സ് എൻ എത്രയാണ്? 285 അതായത് 25/2 ഇൻറ്റു 285 പ്ലസ് 21 അല്ലേ. അപ്പം എത്ര വരും? 603 അല്ലേ. 306. അപ്പോൾ ഇനി നമുക്ക് 2 അല്ലേ 2 306 നമുക്ക് ഡിവൈഡ് ചെയ്യാം. 306 3 1 പ്രാവശ്യം പോകും അല്ലേ. പിന്നെ 1 അപ്പോൾ ഇവിടെ 10 5 പ്രാവശ്യം. ഇനി ഇവിടെ 6 3 പ്രാവശ്യം. ക്ലിയർ ആയില്ലേ. അപ്പോൾ 153. അപ്പോൾ 153 ഇൻറ്റു 25 എത്രയാണ് കിട്ടുക എന്ന് ഗുണിച്ച് നോക്കിയേ. 3825 അല്ലേ. 3825. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ രീതിയിൽ ചെയ്യേണ്ടവർ ഈ രീതിയിൽ ചെയ്യാം. മനസ്സിലായില്ലേ. ഹാഫ് എ എൻ എ അറിയാം ഡി എന്ന് പറഞ്ഞാൽ ഡി ആണ്. എൻ അറിയാം n+1 ഇൻറ്റു ബി പ്ലസ് എൻ. ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡി അല്ലേ ഇൻറ്റു എൻ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ കാണാണ്ട് പഠിക്കുക. അതിനുശേഷം ഈ ഇക്വേഷനിൽ വാല്യൂ കൊടുത്ത് നമുക്ക് ഈ രൂപത്തിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അത് ഞാൻ 2 രീതിയിൽ ഞാൻ മുമ്പ് ആദ്യം ഫസ്റ്റ് ചോദ്യം ഞാൻ 2 രീതിയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് 4ാമത്തെ സീക്വൻസ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ 19 28 37 അങ്ങനെ പോകുന്ന ഒരു സീക്വൻസ്. അതിൽ 25 ടേമുകളുടെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എസ് ഈസ് ഈക്വൽ ടു മുമ്പ് ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് എക്സ് എൻ അല്ലേ. അപ്പോൾ n എത്രയാണ്? n എത്ര ടേമാണ്? 25 ടേമുകൾ. x1 ഒന്നാമത്തെ ടേം 19. എക്സ് എൻ nth ടേം അല്ലേ 25ാമത്തെ ടേം നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഇതല്ലെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ ഉപയോഗിക്കാനുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഏതാണത്? എക്സ് എൻ ഈസ് ഈക്വൽ ടു അല്ലേ. അപ്പോൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു എക്സ് എൻ ഈസ് ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു ഡി അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. അപ്പോൾ നോക്കിയേ ഡി അല്ലേ 28 മൈനസ് 19 എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ 9n എത്രയാണ്? 25 പ്ലസ് എഫ് മൈനസ് ഡി ഫസ്റ്റ് ടേം 19 മൈനസ് ഡി എത്രയാണ്? 9 ഈക്വൽ ടു 9 ഇൻറ്റു 25. അപ്പോൾ 225 അല്ലേ. അപ്പോൾ 225 പ്ലസ് 19 9 10. അപ്പോൾ അത് കിട്ടി 235. അപ്പോൾ എക്സ് എൻ അതായത് എക്സ് 25 നമുക്ക് കിട്ടി 235. ഇനി സമ്മ് കണ്ടുപിടിക്കാമല്ലോ. എസ് ഈസ് ഈക്വൽ ടു n/2 25/2 ഇൻറ്റു x1 എത്രയാണ്? 19 പ്ലസ് 235 അതായത് 25/2 ഇൻറ്റു 19ഉം 235 കൂടി കൂട്ടിയാൽ എത്ര വരും? 4 ബാക്കി 4ഉം 1ഉം 5 അല്ലേ. അപ്പോൾ 254. അപ്പോൾ നമുക്ക് 254 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ 2 ഒരു പ്രാവശ്യം 5 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം അല്ലേ. അപ്പോൾ 4 വരുള്ളൂ, ബാക്കി 1 ഉണ്ട്. അപ്പോൾ 14 7 പ്രാവശ്യം. അപ്പോൾ അത് കിട്ടി 25 ഇൻറ്റു 127. അപ്പോൾ 25 ഇൻറ്റു 127 ഒന്ന് ഗുണിച്ച് നോക്കിയേ. 3175 അല്ലേ. 3175 ഇതാണ് സം. 25 ടേമുകളുടെ സം. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഉപയോഗിച്ച് ചെയ്യേണ്ടവർ ഇതിങ്ങനെ ചെയ്യാം, അല്ലാത്തവർ ഇങ്ങനെ ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് 2 കഴിഞ്ഞ് 3ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ 3ാമത്തെ ചോദ്യം ഫൈൻഡ് ദി സം ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 എമംഗ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പോൾ ശരിക്കും ഒന്ന് വായിച്ച് നോക്കിയാൽ ഫൈൻഡ് ദി സം ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 എമംഗ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. അതായത് 9ന്റെ ഗുണിതങ്ങളായ എല്ലാ 3 അക്ക സംഖ്യകളുടെയും സമ്മ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാൽ 9ന്റെ ഗുണിതങ്ങളായ എല്ലാ 3 അക്ക സംഖ്യകൾ അല്ലേ. അപ്പോൾ 3 അക്ക സംഖ്യകളായി ഇവർ പരിഗണിക്കുന്നുള്ളൂ, മറ്റൊന്നും വേണ്ട, 2 അക്കൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് 3 അക്ക സംഖ്യകൾ എവിടെ തൊട്ടാണ് തുടങ്ങുന്നത്? നമുക്കറിയാം 3 അക്ക സംഖ്യ തുടങ്ങുന്നത് 100 തൊട്ടാണ് അല്ലേ. 100 തൊട്ടാണ് 100, 101
അല്ലേ, 102. ഇങ്ങനെയാണ് നമ്മുടെ 3 അക്ക സംഖ്യ പോകുന്നത്. അങ്ങനെ എവിടം വരെയും പോകും? 999 വരെയും പോകും. 3 അക്കം അല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ 1000 4 അപ്പോൾ ഇത്രയാണ് സംഖ്യകളുള്ളത്. ഇതിൽ നിന്ന് 9ന്റെ ഗുണിതങ്ങളായ സംഖ്യകൾ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ സീക്വൻസ്. 9ന്റെ മൾട്ടിപ്പിൾസ് ആയ സംഖ്യകൾ ഏതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 100 തൊട്ടാണ് തുടങ്ങേണ്ടത് അല്ലേ. 100 9ന്റെ ഗുണിതാണോ എന്ന് നോക്കണം. അപ്പോൾ എങ്ങനെ നോക്കും? 100നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെന്താണ്? 9ന്റെ ഗുണിതമാണ് അല്ലേ, അല്ലെങ്കിൽ 9ന്റെ ഗുണിതമല്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 100നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം. 1 പോലെ 10 ഒരു പ്രാവശ്യം 1 × 9 അല്ലേ. അപ്പോൾ 1 0 ഇറക്കിയിട്ട് 10. ഇനി 10 എത്ര 9 ഉണ്ട്? ഒരു പ്രാവശ്യം അല്ലേ. 1 × 9 9. ഇവിടെ നമുക്ക് റിമൈൻഡർ സിസ്റ്റം കിട്ടി 1. അതായത് ഇവിടെ എന്താണ് സംഭവം? 100നെ നമുക്ക് 9 കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഇവിടെ റിമൈൻഡർ വന്നിട്ടുണ്ട് 1 ബാക്കി നിൽക്കുന്നുണ്ട് അവിടെ അല്ലേ. അപ്പോൾ അതായത് എന്താണ്? 100 9ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ല, 1 ബാക്കിയുണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ നാം എന്ത് വേണം? ഈ 1ന്റെ കൂടെ ഒരു 8 കൂടി കൂടിക്കഴിഞ്ഞാൽ എന്താവും? 9 ആവും അല്ലേ. അപ്പോൾ അതായത് ഇവിടെ 1 ബാക്കിയുണ്ട്. ഈ ബാക്കിയുള്ളതിൻ്റെ കൂടെ ഒരു 8 അല്ലേ, ഒരു 1ന്റെ കൂടെ നമ്മൾ ഒരു 8 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് 9 കിട്ടും അല്ലേ. അപ്പോൾ 9 അതിൻ്റെ ഒരു മൾട്ടിപ്പിളായി മാറി. അപ്പോൾ ഇതിനെ നമ്മൾ 9 ആക്കണം. 9 ആക്കാൻ എന്ത് വേണം? 8 കൂടി കൂട്ടാം. അപ്പോൾ നമുക്ക് 9 കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ 8 ഇതിൻ്റെ കൂടെ കൂട്ടണം. അതായത് 100ന്റെ കൂടെ നമ്മൾ എത്ര കൂട്ടണം? 100ന്റെ കൂടെ നമ്മൾ 8 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ ഏത് കിട്ടും? ടേം കിട്ടും. അതായത് 9ന്റെ ഗുണിതമായ ആദ്യത്തെ സംഖ്യ 3 അക്ക സംഖ്യ എത്രയാണ്? 108. അപ്പം എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. റിമൈൻഡർ വന്നു. ആ റിമൈൻഡർ 1 ആണ്. അപ്പോൾ 1 എന്താക്കണം നമ്മൾ? അതിൻ്റെ കൂടെ 8 കൂടി കൂട്ടിക്കഴിഞ്ഞാലേ നമുക്ക് 9 കിട്ടുള്ളൂ. ഇപ്പോൾ റിമൈൻഡർ 2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എത്ര കൂട്ടേണ്ടി വരും? 7 കൂട്ടണം അല്ലേ. അപ്പോഴാണ് നമുക്ക് 9 ആവുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ 7 കൂട്ടണം. ഇനി ഇവിടെ റിമൈൻഡർ 4 ആയിരുന്നെങ്കിലോ നമ്മൾ എത്ര കൂട്ടണം? 5 കൂട്ടണം അല്ലേ. എന്നാലും നമുക്ക് 9 കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ 8 കൂട്ടി. അപ്പോൾ നമുക്ക് 100ന്റെ കൂടെ നമ്മൾ 8 കൂട്ടുമ്പോൾ എത്ര വന്നു? 108 വന്നു. അപ്പോൾ 108 ഒരു ഗുണിതമാണ് അല്ലേ. 108. അപ്പോൾ സീക്വൻസ് ഏതൊക്കെ വരാൻ നോക്കിയാൽ 108. ഇനി എന്ത് വേണം? അപ്പോൾ 108ന്റെ കൂടെ 9 കൂട്ടി എത്ര കിട്ടും? 117 അല്ലേ. 117. അടുത്തത് ഇതിൻ്റെ 9 കൂട്ടിക്കഴിഞ്ഞാലോ 126 അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇനി അപ്പോൾ ആദ്യത്തെ കിട്ടി. ഇനി നമുക്ക് നോക്കിയാൽ അവസാന സംഖ്യ ഏതാണെന്ന് നോക്കണം അല്ലേ. അവസാനത്തെ സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ നമുക്ക് 999 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇതേപോലെ സിസ്റ്റം വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ 999 ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ. ഇങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ട കാര്യം നോക്കിയാൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തതേ 9 വെട്ടി, ഇവിടെ 9 വെട്ടി ഒരു പ്രാവശ്യം, ഈ 9 ഒരു പ്രാവശ്യം, ഈ 9 ഒരു പ്രാവശ്യം അല്ലേ. അപ്പോൾ നമുക്ക് 111 കിട്ടി. അതായത് ഇവിടെ സിസ്റ്റം വരുന്നില്ല അല്ലേ. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? 999 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആ അവസാനത്തെ ടേം ഏത് വരും? അതിന് മാറ്റമൊന്നുമില്ല, 999 തന്നെ. അപ്പോൾ ഇത് റിമൈൻഡർ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട വന്നേനെ? നമ്മൾ ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ താഴെയുള്ള നമ്പർ കണ്ടുപിടിക്കണം അല്ലേ. 9ന്റെ ഗുണിതമായ താഴെയുള്ള നമ്പർ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഇവിടെ നമുക്കതിൻ്റെ ആവശ്യം വന്നില്ല. അതുകൊണ്ട് ഇതാണ് നമ്മുടെ സീക്വൻസ്. അപ്പോൾ 108 മുതൽ 999 വരെയുള്ള എല്ലാ 9ന്റെ എല്ലാ മൾട്ടിപ്പിൾസിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ തുക കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് S എന്താണ്? S = n/2 × x1 + xn. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ n എന്താ പ്രശ്നം? എത്ര ടേമുകളുണ്ട് എന്ന് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ എത്ര ടേം, ഇതിനുള്ളിൽ എത്ര ടേം വരുന്നുണ്ട് നമുക്കറിയില്ല. അപ്പോൾ n കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. x1 നമുക്കറിയാം 100 ആണെന്നറിയാം. xn നമുക്കറിയാം 999 ആണെന്നറിയാം. അപ്പോൾ പ്രശ്നക്കാരായിരുന്നു n. അപ്പോൾ നമുക്ക് n കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നാം നേരത്തെ ഉപയോഗിച്ച അതേ ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് അതിൽ n കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം xn = എന്താണ്? dn + f - d അല്ലേ. ഇതാണ് നാം nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിൽ തന്നെ നമുക്ക് അറിയാവുന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി n കിട്ടും. xn നമുക്കറിയാമല്ലോ എത്രയാണ്? 999. അപ്പോൾ 999 = dn. d എത്രയാണ്? 108 117. ഇതാണ് നമ്മുടെ സീക്വൻസ് അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? 9. അപ്പോൾ 9n അല്ലേ. അപ്പോൾ 9 × n ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഭവം. ഇവനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 9 × n + f എത്രയാണ്? 108
മൈനസ് ഡി 9. എഫ് മൈനസ് ഡി. അതായത് 999 സീക്വൽ ടു എന്ത് വരും? 9 ഇൻറ്റു എൻ, 9n പ്ലസ് 108 നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ 99. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ 999 ഇതിൻ്റെ കൂടെ നിൽക്കി ഒരു 99 അപ്പുറത്തേക്ക് ഇല്ല, അതിന് ഇപ്പുറത്തേക്ക് വരാൻ പറയാം. അപ്പോൾ അവൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? മൈനസ് 99 ആയി അല്ലേ? പ്ലസ് എന്നുള്ള മൈനസായി സീക്വൽ ടു 9n. അപ്പോൾ 999 മൈനസ് 99 എത്രയാണ്? 900 അല്ലേ? 900. അപ്പോൾ 900 ഈസ് ഈക്വൽ ടു 9n. അതിൽ നിന്ന് എന്നിൻ്റെ വാല്യൂ എങ്ങനെ കാണാം? n ഈസ് ഈക്വൽ ടു 900 ഇൻറ്റു 9 എന്നുള്ള എന്താ മാറും? ബൈ 9 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 900 ബൈ 9 100. അപ്പോൾ നമുക്ക് n കിട്ടി 100. ഇനി വിഷയമില്ലല്ലോ. ഇനി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചൂടെ? s ഈസ് ഈക്വൽ ടു n ബൈ 2. n എന്ന് വെച്ചാൽ എത്രയാണ്? 100. അപ്പോൾ 100 ബൈ 2 ഇൻറ്റു x1 അല്ലേ? x1 എത്രയാണ്? 108 പ്ലസ് xn നമുക്കറിയാലോ 999. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ സീക്വൻസ്. തെറ്റിയിട്ട് ഇതിലേക്ക് പോകരുത്. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടതാണ് അല്ലേ? ഇതാണ് നമ്മുടെ സീക്വൻസ്. പെട്ടെന്ന് 100 പിടിച്ച് എഴുതരുത്. സീക്വൽ ടു 100 ബൈ 2 50 ഇൻറ്റു 108 പ്ലസ് 999 1107 അല്ലേ? അപ്പോൾ 1107. അപ്പോൾ ഇന്ന് നോക്കിയാൽ 50 ഇൻറ്റു 1107 അല്ലേ? അപ്പം 0 മാറ്റി എടുത്തിട്ട് 1107 ഇൻറ്റു 5 ഒന്ന് ഗുണിച്ച് നോക്കാം. അതിന് ശേഷം 0 ചേർത്താൽ മതി. എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കിയേ. 5535 കിട്ടി അല്ലേ? അപ്പോൾ 5535 കിട്ടി. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ 0 ചേർക്കണം. 0 ചേർത്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.